നമ്മുടെ അടുക്കളകളിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഒഴികെയുള്ള ഭൂരിഭാഗം പാചക എണ്ണകളും പാം ഓയിലാകട്ടെ, സോയാബീൻ ഓയിലാകട്ടെ, സൂര്യകാന്തി എണ്ണയാകട്ടെ, അവയെല്ലാം മലേഷ്യ, ഇന്തോനേഷ്യ, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. ഭൂരിഭാഗം ഇടപാടുകളും ഡോളറിലാണ്. ഓരോ ഇന്ത്യക്കാരനും തൻ്റെ വീട്ടിലെ എണ്ണ ഉപയോഗം 10% കുറച്ചാൽ രാജ്യം വിദേശത്തേക്ക് നൽകേണ്ടി വരുന്ന കോടിക്കണക്കിന് ഡോളർ ലാഭിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് രാസവളങ്ങളുടെ കാര്യവും. പ്രകൃതിദത്ത കൃഷി രീതികളിലേക്ക് മാറുന്നതിലൂടെ വിദേശത്ത് നിന്നുള്ള വളം ഇറക്കുമതി കുറയ്ക്കാനും ഫോറക്സ് റിസർവ് സംരക്ഷിക്കാനും സാധിക്കും. കാരണം കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ എപ്പോഴും വലിയ തോതിൽ സബ്സിഡി നൽകുന്നുണ്ട്. വിപണിയിൽ 2200 രൂപ വിലയുള്ള രാസവള ചാക്ക് കർഷകർക്ക് വെറും 242 രൂപയ്ക്കാണ് സർക്കാർ നൽകുന്നത്. ഇതിനായി 2.25 ലക്ഷം കോടി രൂപയുടെ സബ്സിഡിയാണ് രാജ്യം നൽകുന്നത്. നാനോ യൂറിയ പോലുള്ള തദ്ദേശീയ ബദലുകളിലേക്ക് മാറണമെന്ന് പറയുന്നത് ഇതിനാലാണ്. അതായത് ഈ കെട്ടകാലത്ത് ഡോളറിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്ന ചെലവുകളെ കഴിയുന്നത്ര ഓരോ ഇന്ത്യക്കാരനും നിയന്ത്രിക്കുക.